ഓം ശാന്തി. ഇന്ന് 18/12/2024 प्रभात मुरली। बाबा कहते हैं, मीठे बच्चे, सर्वशक्तिमान बाप से बुद्धियोग लगाने से शक्ति मिलेगी। याद से ही आत्मा रूपी बैटरी चार्ज होती है। ആത്മാ പവിത്ര സദോ പ്രധാൻ ബൻ ജാത്തെ ഹെ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സർവശക്തിവാനായ ബാബയോടൊപ്പം ബുദ്ധിയോഗം വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നത്. ആത്മാവ് പവിത്രവും സദോ പ്രധാനവുമായി മാറുന്നു. അപ്പോൾ ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സദോപ്രധാനമായും പവിത്രമായി മാറുന്നതും അതുപോലെ ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നതും. ഈ ബാബന്ന് ചോദ്യം ചോദിക്കുന്നത്, സംഗം യുഗ് പർ തും ബच्चे कौन सा पुरुषार्थ करते हो जिसकी प्रारब्ध में देवता पद मिलता है. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രാരബ്ധമായി നിങ്ങൾക്ക് ദേവതാ പദവി കിട്ടുന്നത്. അപ്പോൾ ബാബന്റെ ഉത്തരം പറയുന്നത്, സംഗം പർ ഹം ശീതൾ ബന്നെ കാ പുരുഷാർത്ഥ കർത്തേ ഹേ. ശീതൾ അർത്ഥാത് പവിത്ര ബന്നെ സേ ഹം ദേവത ബൻ ജാത്തേ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, സംഗമത്തിൽ നമ്മൾ ശീതളമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. ശീതളം അർത്ഥം ബാബ പറയുന്നത് പവിത്രമായി മാറുക. ആ പവിത്രമായി മാറുന്നതിലൂടെയാണ് നമ്മൾ ദേവതയായിട്ട് മാറുന്നത്. ജബ് തക് ശീതൾ നാ ബനെ തബ് തക് ദേവതാ ബി ബൻ നഹി സക്തേ. അപ്പൊ ബാബ പറയുന്നത്, ഏതുവരെ നിങ്ങൾ ശീതളമായി മാറുന്നില്ലയോ അതുവരെ നിങ്ങൾക്ക് ദേവതയായി മാറാനും കഴിയില്ല. സംഗം പർ ശീതൾ ദേവിയാം ബൻ സബ് പർ ജ്ഞാൻ കെ ടണ്ടേ ചീത്തെ ഡാൽ സബ് കോ ശീതൾ കർണാ ഹേ. ബാബ പറയുന്നത്, സംഗമത്തിൽ ശീതള ദേവിമാരായി മാറി എല്ലാവരിലും ജ്ഞാനത്തിൻ്റെ ഈ തണുത്ത തുള്ളികൾ നിങ്ങൾ തെളിച്ച് എല്ലാവരെയും ശീതളമാക്കി മാറ്റണം എന്ന് ബാബ പറയാം. സബ്കി തപത്ത് ബുജാനി ഹേ. എല്ലാവരുടെയും ആ താപത്തെ ശമിപ്പിക്കണം. ഖുദ് ബി ശീതൾ ബന്നാ ഹേ ഓർ സബ്കോ ബി ബനാനാ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, സ്വയവും നിങ്ങൾ ശീതളമായി മാറണം, മറ്റുള്ളവരെയും ശീതളമാക്കി മാറ്റണം എന്ന് ബാബ പറയാം. ഓം ശാന്തി. बच्चों को पहले पहले एक ही बात समझने की है कि हम सब भाई भाई है और शिव बाबा सभी का बाप है. അപ്പോൾ ബാബ പറയുന്നത്, കുട്ടികൾക്ക് ആദ്യം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ശിവബാബ നമ്മളെല്ലാവരുടെയും അച്ഛനാണ്. ഉനേം സർവശക്തിമാൻ കഹാ ജാത്താ ഹേ. ശിവബാബയെ എന്താ പറയാ? സർവശക്തിമാൻ. തുമാരേ മേ സർവശക്തിയാം ദി. ബാബ പറയുന്നത്, നിങ്ങളിൽ സർവശക്തികൾ ഉണ്ടായിരുന്നു. തും സാരേ വിശ്വപ്പർ രാജ്യകർത്തേതേ. നിങ്ങൾ തന്നെയായിരുന്നു മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നത്. ഭാരത് മേ ഇൻ ദേവി ദേവതാവോം കാ രാജ്യത. അപ്പൊ ഭാരതത്തില് ഈ ദേവി ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നു. തും ഹി പവിത്ര ദേവി ദേവതാദേ. ബാബ പറയുന്നത്, നിങ്ങൾ തന്നെയായിരുന്നു ആ പവിത്ര ദേവി ദേവതമാർ ആയിരുന്നത്. തുമാരേ കുൽ വാഡിനയസ്റ്റിമേം സബി നിർവികാരീതേ. ബാബ പറയുന്നത്, നിങ്ങളുടെ കുലത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരമ്പരയിൽ എല്ലാവരും നിർവികാരികളായിരുന്നു. കോൻ നിർവികാരിതേ. ബാബ ചോദിക്കുക, ആരായിരുന്നു നിർവികാരികൾ? ആത്മാക്കളായിരുന്നു. ആത്മാവാണല്ലോ നിർവികാരിയും വികാരിയുമായിട്ടൊക്കെ മാറുന്നത് ആത്മാക്കളാണ്. അബി ഫിർസെ തും നിർവികാരി ബൻ രഹേ ഹോ. അപ്പോൾ ബാബ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ വീണ്ടും
നിർവികാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സർവശക്തിമാൻ ബാപ്പ് കി യാദ് സെ ശക്തി ലേ രഹേ ഹോ. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ ശക്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാപ്പനെ സംജായാ ഹേ ആത്മാ ഹി 84 കാ പാർട്ട് ബൻ ജാതി ഹേ. ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു, ആത്മാക്കൾ തന്നെയാണ് ഈ 84 ജന്മത്തിന്റെ പാർട്ട് അഭിനയിക്കുന്നത്. ആത്മാമേം ഹി സദോ പ്രധാനതാക്കി താക്കത്ത് ദി. ബാബ പറയുന്നത് ആത്മാക്കളില് സദോ പ്രധാനതയുടെ ആ ശക്തി ഉണ്ടായിരുന്നു. വഹ്ഫിർ ദിൻ പ്രതിദിൻ കം ഹോത്തി ജാതി ഹേ. ബാബ പറയുന്നത് അത് പിന്നീട് എന്തായി, ദിനം പ്രതിദിനം കഴിയുന്തോറും അത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് പറയാ ബാബ. സദോ പ്രധാൻ സെ തമോ പ്രധാൻ തോ ബന്ന ഹി ഹേ. ബാബ പറയുന്നത് സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായിട്ട് തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. ജൈസെ ബാറ്ററി की ताकत कम होती जाती है तो मोटर कड़ी हो जाती है. അപ്പം ബാബ പറയുന്നത് എങ്ങനെയാണോ ബാറ്ററിയുടെ ആ പവർ ഉണ്ടല്ലോ അത് കുറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ എന്താകും, നിന്ന് പോകും. ബാറ്ററി ഡിസ്ചാർജ് ഹോ ജാത്തി ഹെ. ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും. ആത്മാ की बैटरी ഫുൾ ഡിസ്ചാർജ് നെഹി ഹോത്തി കുച്ച് നാ കുച്ച് താക്കത്ത് രഹത്തി ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ആത്മാവാകുന്ന ബാറ്ററി ഉണ്ടല്ലോ അതിൽ ഫുള്ള് ചാർജ് ഡിസ്ചാർജ് ആയി പോകുന്നില്ല എന്ന് പറയാം. ഫുള്ള് ചാർജ് പോകുന്നില്ല, അതിൽ കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട് ചാർജ്. അതാ ബാബ പറയുന്നത്. ജൈസെ കോയി മർത്താ ഹേ തോ ദീവാ ജലാത്തെ ഹേ ഉസ്മേം ഖൃദ് ഡാൽത്തെ ഹി രഹത്തെ ഹേ കി കഹാം ജ്യോതി ബുജ് നാ ജായേ. അപ്പൊ ബാബ പറയണത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നമ്മൾ ദീപം തെളിയിക്കുമല്ലോ, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും. അതെന്തിനാണ്? അത് ആ ദീപം അണഞ്ഞു പോവാതിരിക്കാനാണ്. अभी तुम बच्चे समझते हो तुम्हारी आत्मा में पूरी शक्ति दी अभी नहीं है. അപ്പം ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മാവിൽ മുഴുവനായും ശക്തി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്ന് പറയാ ബാബ. അബി നഹി ഹേ. अभी फिर तुम सर्वशक्तिमान बाप से अपना बुद्धियोग लगाते हो, अपने में शक्ति भरते हो क्योंकि ശക്തി കം ഹോ ഗയി ഹേ. അപ്പം ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ വീണ്ടും സർവശക്തിമാനായ ബാബയോടൊപ്പം ബുദ്ധിയോഗം വെച്ച് നിങ്ങളിൽ ശക്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശക്തി വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് ബാബ പറയാം. ശക്തി ഏകദം ഖതം ഹോ ജായേ തോ ശരീർ ഹി നാ രഹേ. ബാബ പറഞ്ഞത് ശക്തി പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ഉണ്ടാകില്ല എന്ന് ബാബ പറയാം. ആത്മാ ബാപ്പ് കോ യാദ് കർത്തെ കർത്തെ ഏകദം പ്യോർ ഹോ ജാതി ഹേ. ആത്മാവ് ബാബയെ ഓർമ്മിച്ച് പൂർണ്ണമായിട്ടും പവിത്രമായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം. സത്യയുഗമേം തുമാരി ബാറ്ററി ഫുൾ ചാർജ് രഹത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത് സത്യയുഗത്തിലാണെങ്കിലോ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കും. ഫിർ ധീരെ ധീരെ കല അർത്ഥാത് ബാറ്ററി കം ഹോത്തി ജാതി ഹേ. പിന്നീട് പതുക്കെ എന്ത് സംഭവിക്കും? കല, അതായത് അതിൻ്റെ അർത്ഥം ബാറ്ററി വളരെയധികം കുറഞ്ഞു വരികയാണ് പതുക്കെ. കലിയുഗ് അന്ത് തക് ആത്മാ കി താക്കത്ത് ഏകദം തോടി രഹ് ജാതി ഹേ. കലിയുഗം അന്തിമം വരെ ആത്മാവിലുള്ള ശക്തി കുറഞ്ഞ് വളരെ കുറവാകും. കലിയുഗം അന്തിമാവുമ്പോഴേക്കും ആത്മാവിന്റെ ശക്തി വളരെയധികം കുറയുന്നു എന്ന് ബാബ പറയാം. ജയ്സെ താക്കത്ത് കാ ദേവാല നിക്കൽ ജാത്താ ഹേ. ബാബ പറയുന്നത് ശക്തിയുടെ കാര്യത്തിൽ വളരെയധികം പാപ്പരായി മാറുകയാണ് ആത്മാക്കൾ എന്ന് പറയാ ബാബ. ബാപ്പ് കോ യാദ് കർണേ സേ ആത്മാ ഫിർ സേ ഭർപൂർ ഹോ ജാതി ഹേ. ബാബ പറയുന്നത് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവ് വീണ്ടും സമ്പന്നമായിട്ട് മാറുകയാണ്. ഗുണങ്ങളാലും ശക്തികളാലും ഒക്കെ ആത്മാവ് സമ്പന്നമായി മാറുകയാണ്. എങ്ങനെ? ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ. तो अभी बाप समझाते हैं एक को ही याद करना है. അതുകൊണ്ട് ബാബ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി തരാണ് ഒരേ ഒരാളെ മാത്രം ഓർമ്മിക്കണം. ഊഞ്ചത്തെ ഊഞ്ച് ഹേ ഭഗവത്.
ഉയർന്നതിലും ഉയർന്നതാരാണ്? ഭഗവാനാണ്. ബാക്കി സബ് ഹേ രചന, ബാക്കി എല്ലാവരും രചനകളാണ്. രചനാക്കോ രചനാസെ ഹദ് കാ വർഷ മിൽത്താ ഹേ. ബാബ പറയുന്നത് രചനകൾക്ക്, രചനകളിൽ നിന്നും പരിധിയുള്ള സമ്പത്താണ് ലഭിക്കുന്നത്, അല്ലേ? ക്രിയേറ്റർ തോ ഏക് ഹി ബേഹദ് കാ ബാപ്പ് ഹേ. ക്രിയേറ്റർ ആണെങ്കിലോ ഒരേ ഒരു പരിധിയില്ലാത്ത അച്ഛനാണ്. ബാക്കി സബ് ഹേ ഹദ് കെ, ബാക്കി എല്ലാവരും പരിധിയുള്ളവരാണ് എന്ന് ബാബ പറയാം. ബേഹദ് കെ ബാപ്പ് കോ യാദ് കർണേ സെ ബേഹദ് കാ വർഷ മിൽത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, അതായത് പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കും. तो बच्चों को दिल अंदर समझना चाहिए कि बाबा हमारे लिए स्वर्ग नया दुनिया സ്ഥാപൻ कर रहे हैं. അപ്പോൾ ബാബ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അത്രയ്ക്കും നമ്മൾ എന്താ പറയുക, ഹൃദയത്തിലോട് ചേർന്നെന്നൊക്കെ പറയില്ല, അത്രയും നമ്മളത് മനസ്സിലാക്കണം. അതായത് ബാബ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സ്വർഗമാകുന്ന പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാമ പ്ലാൻ അനുസാർ സ്വർഗ കി സ്ഥാപന ഹോ രഹി ഹെ. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പൊ എന്താണ്? സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാ. ജിസ്മേം തും ബച്ചേ ഹി ആക്കർ രാജ്യ കർത്തേ ഹോ. അതിൽ നിങ്ങൾ കുട്ടികൾ തന്നെയാണ് വന്നിട്ട് രാജ്യം ഭരിക്കുന്നത് എന്ന് ബാബ പറയാം. അതായത് ഏത് സ്വർഗമാണോ ബാബ നമുക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്നത്, ആ സ്വർഗത്തിൽ ആരാണ് രാജ്യം ഭരിക്കുക? നമ്മൾ കുട്ടികൾ തന്നെയാണ് എന്ന് ബാബ പറയാം. മേ തോ എവർ പവിത്ര ഹോ. അപ്പൊ ബാബ പറയാണ്, ഞാൻ സദാ പവിത്രമാണ്. മേ കബി ഗർഭ സെ ജന്മ നഹി ലേതാ ഹോ. ബാബ പറയണം, ഞാൻ ഒരിക്കലും ഗർഭത്തിലൂടെ ജന്മം എടുക്കുന്നില്ല. നാ ദേവി ദേവതാവോം കി തരഹ് ജന്മ ലേതാ ഹോ. അതായത് ദേവി ദേവതമാർ എങ്ങനെയാണോ ജന്മം എടുക്കുന്നത് അതുപോലെ ഞാൻ ജന്മം എടുക്കുന്നില്ല എന്ന് ബാബ പറയാം. സിർഫ് തും ബച്ചോं को स्वर्ग की बादशाही देने के लिए जब यह बाबा 60 वर्ष की वानप्रस्थ अवस्था में होता है तो तब इनके तन में मैं प्रवेश करता हूँ. അപ്പോൾ ബാബ പറയുന്നത്, കേവലം ഞാൻ എന്താ ചെയ്യുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകാൻ വേണ്ടി എപ്പോഴാണോ ഈ ബ്രഹ്മ ബാബ 60 വയസ്സായിട്ട്, അതായത് വാനപ്രസ്ഥ അവസ്ഥയിൽ എത്തുന്നത്, അപ്പോൾ ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ ബാബ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണ്, ഞാൻ ഒരു ഗർഭത്തിൽ ജന്മം എടുക്കുന്നില്ല, ദേവി ദേവതമാരെ പോലെ ജന്മം എടുക്കുന്നില്ല. ബാബ ഇപ്പൊ എങ്ങനെ ജന്മം എടുക്കുന്നത്? അതായത് നമ്മൾ കുട്ടികൾക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകാൻ വേണ്ടിയിട്ട് ബ്രഹ്മ ബാബയ്ക്ക് എപ്പോഴാണോ 60 വയസ്സാകുന്നത്, ആ വാനപ്രസ്ഥ അവസ്ഥ എത്തുന്നത്, അപ്പോൾ ആ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് ബാബ പറയാം. യഹി ഫിർ നമ്പർ 1 തമോ പ്രധാൻ സേ നമ്പർ 1 സദോ പ്രധാൻ ബൻതാ ഹേ. ഇവർ തന്നെയാണ്, അതായത് ബ്രഹ്മ ബാബ നമ്പർ 1 തമോ പ്രധാനതയിൽ നിന്നും നമ്പർ 1 സദോ പ്രധാനമായി മാറുന്നു. ഊഞ്ചത്തെ ഊഞ്ച് ഹേ ഭഗവാൻ. ഉയർന്നതിലും ഉയർന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഫിർ ഹേ ബ്രഹ്മ വിഷ്ണു ശങ്കർ. പിന്നെ ആരൊക്കെ വരും? ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ. അപ്പൊ ബാബ പറയുന്നത് സൂക്ഷ്മവദൻവാസി. അപ്പൊ ഇവര് 3 പേരും സൂക്ഷ്മവദനവാസികളാണ്, ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ. യഹ് ബ്രഹ്മ വിഷ്ണു ശങ്കർ കഹാം സെ ആയേ. ഇപ്പൊ ബാബ ചോദിക്കുകയാണ്, ഈ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ബാബ ചോദിക്കാം. യഹ് സിർഫ് സാക്ഷാത്കാർ ഹോത്താ ഹേ. ഇത് കേവലം സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാം. സൂക്ഷ്മവദൻ ബീച്ച് കാഹേന. അപ്പൊ ബാബ പറയുന്നത് സൂക്ഷ്മവദൻ എന്ന് പറയുന്നത് മധ്യത്തിലല്ലേ എന്ന് ബാബ ചോദിക്കുക. അല്ലെ, നമ്മൾ 3 ലോകം നോക്കുമ്പോൾ മധ്യത്തിലാണല്ലോ സൂക്ഷ്മവദനം ഇരിക്കുന്നത്. മുകളില് മൂലവദനം, താഴെ സ്ഥൂലവദനം. അതിന്റെ മധ്യത്തിലാണ് എന്ത് വരുന്നത്? സൂക്ഷ്മവദനം വരുന്നത്. ജഹാം സ്ഥൂൽ ശരീർ ഹേ നഹി. ആ സൂക്ഷ്മവദനത്തില് സ്ഥൂലമായ ശരീരം ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാം.
സൂക്ഷ്മ ശരീർ സിർഫ് ദിവ്യ ദൃഷ്ടി സെ ദേഖാ ജാതാ ഹെ. അതായത് ബാബ പറയുന്നത് ഈ സൂക്ഷ്മ ശരീരമുണ്ടല്ലോ, അത് കേവലം നിങ്ങൾക്ക് ദിവ്യ ദൃഷ്ടിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ. ബ്രഹ്മാത്തോ ഹെ സഫേദ് വസ്ത്രധാരി. ബ്രഹ്മാവാണെങ്കിലോ വെള്ള വസ്ത്രധാരിയാണ് എന്ന് ബാബ പറയാം. വഹ് വിഷ്ണു ഹെ ഹീരെ ജവാഹരോം സെ സജാ സജായ. വിഷ്ണു ആണെങ്കിലോ വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ കൊണ്ട് അലങ്കൃതനാണ്. ഫിർ ശങ്കർ കെ ഗലെ മേ നാഗ് ആദി ദിക്കാത്തേ ഹെ. പിന്നെ ശങ്കരനെ നോക്കുകയാണെങ്കിലോ ശങ്കരന്റെ കഴുത്തില് സർപ്പമൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ശങ്കരനെ കാണിക്കുന്നത്. ഏസേ ശങ്കർ ആദി കോയി ഹോ നഹി സക്ത. അപ്പൊ ബാബ പറയുന്നത് അങ്ങനെ ഒരു ശങ്കരൻ ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാ. ദിക്കാത്തേ ഹെ അമർനാഥ് പർ. ശങ്കറിനെ പാർവതി കോ അമർ കഥ സുനായി. അപ്പൊ ബാബ പറയാ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് അമർനാഥില് ശങ്കർ പാർവതിക്ക് അമര കഥ കേൾപ്പിച്ചു, അങ്ങനെ കാണിക്കുന്നുണ്ട്. അബി ഫിർ സൂക്ഷ്മവദന്മേത്തോ മനുഷ്യ സൃഷ്ടി ഹേ നഹി. സൂക്ഷ്മവദനത്തിലാണെങ്കിലോ മനുഷ്യ സൃഷ്ടിയേ ഇല്ല എന്ന് ബാബ പറയാ. തോ കഥ വഹാം കൈസേ സുനായേങ്കേ. അപ്പൊ ബാബ ചോദിക്കാണ്, അതായത് സൂക്ഷ്മവദനത്തിൽ മനുഷ്യ സൃഷ്ടിയേ ഇല്ല, പിന്നെ അവിടെ കഥ എങ്ങനെ കേൾപ്പിക്കും എന്ന് ബാബ ചോദിക്കാം. ബാക്കി സൂക്ഷ്മവദൻ കാ സിർഫ് സാക്ഷാത്കാർ ഹോത്താ ഹെ. പിന്നെ നോക്കുകയാണെങ്കിൽ സൂക്ഷ്മവദനത്തില് കേവലം സാക്ഷാത്കാരം ഉണ്ടാകുന്നുണ്ട് എന്ന് ബാബ പറയാം. ജോ ബിൽക്കുൽ പവിത്ര ഹോ ജാത്തേ ഹെ ഉൻകാ സാക്ഷാത്കാർ ഹോത്താ ഹെ. അപ്പൊ ബാബ പറയുന്നത് ആരാണോ പൂർണ്ണമായിട്ടും പവിത്രമായിട്ട് മാറുന്നത് അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകും എന്ന് ബാബ പറയാം. യഹി ഫിർ സത്യയുഗമേം ജാക്കർ സ്വർഗ് കെ മാലിക് ബൻതേ ഹെ. ഇവർ തന്നെയാണ് പിന്നീട് സത്യയുഗത്തിൽ പോയി സ്വർഗത്തിന്റെ അധികാരികളായിട്ട് മാറുന്നത്. तो बुद्धि में आना चाहिए कि इन्होंने फिर यह राज्य भाग्य कैसे पाया. അപ്പൊ ബാബ പറയാണ്, അപ്പൊ നമ്മൾക്ക് ബുദ്ധിയിൽ ഇത് നമുക്ക് വരണം. അതായത് ഇവർ വീണ്ടും എങ്ങനെയാണ് രാജ്യഭാഗ്യം നേടിയത്. ലഡായി ആദി തോ കുച്ച് ഹോത്തി ഹേ നഹി. അപ്പൊ ബാബ പറയുന്നത് യുദ്ധത്തിന്റെ കാര്യം തന്നെ ഇല്ല. ദേവതായേം ഹിംസ കൈസേ കരേങ്കെ. അപ്പൊ ബാബ ചോദിക്കാണ്, ദേവതമാര് എങ്ങനെ ഹിംസ ചെയ്യും എന്ന് ബാബ ചോദിക്കാണ്. എങ്ങനെ ദേവതമാര് ഹിംസ ചെയ്യും. അബി തും ബാപ്പ് കോ യാദ് കർ രാജായി ലേത്തേ ഹോ കോയി മാനെ വാ നാ മാനെ. അപ്പൊ ബാബ പറയുന്നത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, ബാബയെ ഓർമ്മിച്ച് രാജ്യപദവി പ്രാപ്തമാക്കുകയാണ്. ഗീതാ में भी है देह सहित देह के सब धर्म को बोल മാമേകം യാദ് കരോ. അപ്പൊ ബാബ പറയുന്നത് ഗീതയിലുമുണ്ട്. എന്താണ്? ദേഹസഹിതം, ദേഹത്തിന്റെ എല്ലാ ധർമ്മത്തെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. അത് ഗീതയിലുണ്ട്. ബാപ്പുക്കോത്തോ ദേഹഹി നഹി ഹേ. ബാബയ്ക്കാണെങ്കിൽ ദേഹമേ ഇല്ല. ജിസ്മേ മമത്വോ, അതായത് മമത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബാബയ്ക്കാണെങ്കിൽ ശരീരമേ ഇല്ല. ബാപ്പ് कहते हैं थोड़े समय के लिए इस शरीर का लोन लेता हूँ. ബാബ പറയാണ്, ഞാൻ കുറച്ച് സമയത്തേക്ക് വേണ്ടി ഈ ശരീരത്തെ, അതായത് ബ്രഹ്മ ബാബയുടെ ശരീരത്തെ ലോൺ എടുത്തിരിക്കുകയാണ് എന്ന് ബാബ പറയാം. നെഹീത്തോ മേ നോളജ് കൈസേ ദോ. ഇല്ലെങ്കിൽ ഞാൻ ഈ നോളജ് നിങ്ങൾക്ക് എങ്ങനെ തരും അല്ലെ. ബാബ നമ്മൾ കുട്ടികൾക്ക് അറിവ് തരണമെങ്കിൽ ബാബയ്ക്ക് ഒരു ശരീരം ലോൺ എടുക്കണം അല്ലെ. അതാണ് ബാബ പറയുന്നത്. ഒരു ശരീരം തീർച്ചയായിട്ടും ആധാരം എടുക്കേണ്ടി വരും. മേ ഇസ് ജാഡ് കാ ചൈതന്യ ബീജ രൂപഹോ. ബാബ പറയുന്നത് ഞാൻ ഈ വൃക്ഷത്തിന്റെ ചൈതന്യ ബീജരൂപനാണ്. ഏത് വൃക്ഷത്തിന്റെ? മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ചൈതന്യ ബീജരൂപനാണ് ബാബ. ഇസ് ജാഡ് കി നോളജ് മേരെ ഹി പാസ് ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ വൃക്ഷത്തിന്റെ അറിവ് എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് ബാബ പറയാം. ഇസ് സൃഷ്ടി കി ആയു കിത്നി ഹേ കൈസേ ഉത്പത്തി പാലന വിനാശ് ഹോത്താ ഹേ മനുഷ്യോം കോ കുച്ച് പതാ നഹി ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ സൃഷ്ടിയുടെ ആയുസ് എത്രയാണ്,
അതുപോലെ ഇതിൻ്റെ ഉത്പത്തി, അതുപോലെ പാലന, വിനാശം ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊന്നും മനുഷ്യർക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് ബാബ പറയാം. വഹ പഠിത്തേ ഹേ ഹദ് കി പഠായി. മനുഷ്യരെന്താ പഠിക്കുന്നത്? പരിധിയുള്ള പഠിപ്പാണ് മനുഷ്യർ പഠിക്കുന്നത് എന്ന് പറയാം. ബാപ്പ് തോ ബേഹദ് കി പഠായി പഠാക്കർ ബച്ചോം കോ വിശ്വ കാ മാലിക് ബനാത്തെ ഹേ. ബാബയാണെങ്കിലോ പരിധിയില്ലാത്ത പഠിപ്പെല്ലാം പഠിപ്പിച്ച് കുട്ടികളെ വിശ്വത്തിന്റെ അധികാരികളാക്കി മാറ്റുകയാണ്. ഭഗവാൻ കബി ദേഹധാരി മനുഷ്യക്കോ നഹി കഹാ ജാതാ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഒരു ദേഹധാരി മനുഷ്യനെയും ഒരിക്കലും ഭഗവാൻ എന്ന് പറയില്ല. ഇനോം കോ, അതായത് ബ്രഹ്മ വിഷ്ണു ശങ്കർ കോ ബി അപ്നി സൂക്ഷ്മ ദേഹ ഹേ, ഇസ്ലിയെ ഇനോം ബി ഭഗവാൻ നഹി കഹേങ്കെ. അതായത് ബാബ പറയുന്നത് ബ്രഹ്മ വിഷ്ണു ശങ്കരനുണ്ടല്ലോ, അവർക്കും അവരുടേതായ സൂക്ഷ്മ ശരീരമുണ്ട്. കാരണം അവർ സൂക്ഷ്മവദനവാസികളാണല്ലോ. അതുകൊണ്ട് അവർക്കും അവരുടേതായ സൂക്ഷ്മ ശരീരമുണ്ട്. അതുകൊണ്ട് അവരെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. യഹ് ശരീർ തോ ഇസ് ദാദാ കി ആത്മാ കാ തഖ്ത് ഹേ. ബാബ ഇരിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, ഇത് ബാബ പറയുന്നത് ഇത് ഈ ദാദയുടെ ആത്മാവിന്റെ സിംഹാസനമാണ്. അപ്പൊ ബാബ ഇരിക്കുന്ന ശരീരം ദാദയുടെ, അതായത് ബ്രഹ്മ ബാബയുടെ ആത്മാവിന്റെ സിംഹാസനമാണ്. അകാൽ തഖ്ത് ഹേന, അത് അകാല സിംഹാസനമല്ലേ എന്ന് ബാബ ചോദിക്കാം. അബി യഹ് അകാലമൂർത്ത് ബാപ്പ് കാ തഖ്ത് ഹേ. ഇപ്പൊ ഇത് അകാലമൂർത്തിയായ ബാബയുടെയും സിംഹാസനമാണ്. അമൃത്സർ മേം ഭി അകാൽ തഖ്ത് ഹേ. ഇപ്പൊ ബാബ പറയുന്നത് അമൃത്സറില് അകാല തഖ്തമുണ്ട്, അതായത് അകാല സിംഹാസനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഡേ ബഡേ ജോ ഹോത്തെ ഹേ വഹാം അകാൽ തഖ്ത് പർ ജാകർ ബൈഠത്തെ ഹേ. ഇപ്പൊ ബാബ പറയണ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം അവിടെ പോയിട്ട് ആ അകാല സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. അബി ബാപ്പ് സമജാത്തെ ഹേ യഹ് സബ് ആത്മാവോം കാ അകാൽ തഖ്ത് ഹേ. ഇപ്പൊ ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ് എല്ലാ ആത്മാക്കൾക്കും എന്താണ് അകാല സിംഹാസനമുണ്ട് അല്ലെ. അവരേത് ശരീരത്തിലാണോ ഓരോരോ ആത്മാക്കൾ ഇരിക്കുന്നത് അവരുടെ അകാല സിംഹാസനമുണ്ട്. ഭൃഗുടി മധ്യം അല്ലെ, അവിടെയാണ് ആത്മാക്കളുടെ അകാല സിംഹാസനം. ആത്മാ മേം ഹി അച്ഛേ വ ബുരേ സംസ്കാർ ഹോത്തെ ഹേ തബ് തോ കർത്തേ ഹേ യഹ് കർമ്മ കാ ഫൽ ഹേ. അപ്പൊ ബാബ പറയുന്നത് ആത്മാവിൽ തന്നെയാണ് നല്ലതും ചീത്തയുമായ സംസ്കാരമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് കർമ്മത്തിന്റെ ഫലമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയാ? അത് കർമ്മഫലമാണ്, മുൻജന്മ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് എന്താണ് അതിന്റെ അർത്ഥം? ആത്മാവിൽ തന്നെയാണ് നല്ലതും ചീത്തയുമായ സംസ്കാരങ്ങൾ ഉള്ളത്. ആത്മാവ് തന്നെയാണ് പാപവും ചെയ്യുന്നതും പുണ്യവും ചെയ്യുന്നതും. അതിന്റെ ഫലമായിട്ടുള്ള ആ ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കുന്നതും ആര് തന്നെയാണ്? ആത്മാവ് തന്നെയാണ് എന്ന് ബാബ പറയാം. സബ് ആത്മാവോം കാ ബാപ്പ് ഏക് ഹി ഹേ. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ ഒന്ന് തന്നെയാണ്. ബാബ കോയി ശാസ്ത്ര ആദി പഠിക്കർ നെഹി സമജാത്തെ ഹേ. ബാബയാണെങ്കിലോ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടൊന്നുമല്ല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. യഹ് ബാത്തേം ബി ശാസ്ത്രോം ആദിമേ നെഹി ഹേ. ബാബ പറയുന്നത് ഈ ബാബ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഒരു ശാസ്ത്രത്തിലും ഇല്ല എന്ന് ബാബ പറയാ. തബ് തോ ലോഗ് ചിഡ്തേ ഹേ कहते हैं यह लोग शास्त्रों को नहीं मानते. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് മനുഷ്യർ ആശയക്കുഴപ്പത്തിലായിട്ട് അവരെന്ത് പറയും? നമ്മൾ ഈ ശാസ്ത്രത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറയും. കാരണം ബാബ തരുന്ന ജ്ഞാനം ഒരു ശാസ്ത്രത്തിലും ഇല്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് എന്ത് വരും? ആശയക്കുഴപ്പത്തിലാകും. കാരണം ഇതൊന്നും ഒരു ശാസ്ത്രത്തിലും ഇല്ലാത്തതാണല്ലോ. അപ്പൊ അവരെന്താ പറയാ? നമ്മൾ ഈ ശാസ്ത്രങ്ങളെ ഒന്നും അംഗീകരിക്കാത്തവരാണെന്ന് പറയും. साधु संत आदि गंगा में जाकर स्नान करते हैं तो क्या पावन बन गए. അപ്പൊ ബാബ ചോദിക്കുകയാണ്, ഈ സാധു സന്യാസിമാരുണ്ടല്ലോ ഇവര് ഗംഗയിൽ പോയി സ്നാനം ചെയ്യും. അപ്പൊ ബാബ ചോദിക്കുക, അതുകൊണ്ട് അവരെന്താ പാവനമായി മാറുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. വാപ്പസ് തോ കോയി ജാ നഹി സക്തി. അപ്പൊ ബാബ പറയുന്നത് തിരിച്ചു പോകാൻ ആർക്കും കഴിയില്ല. സബ് പിച്ചാടിമേം ജായേങ്കെ. എല്ലാവരും അവസാനമേ പോകുള്ളൂ എന്ന് ബാബ പറയാ. ജയ്സെ
മക്കടോം കാ ജുണ്ട് വാ മക്കിയോം കാ ജുണ്ട് ജാത്താ ഹേ. അപ്പൊ ബാബ പറയുന്നത് എങ്ങനെയാണോ കൊതുകിൻ കൂട്ടം പോകുന്നത്, അല്ലെങ്കിൽ തേനീച്ചകളുടെ കൂട്ടമൊക്കെ പോകുമല്ലോ, അവരെങ്ങനെയാണ് പോകുന്നത്, അതുപോലെ അവസാനം നമ്മൾ ആത്മാക്കൾ പോകുന്നത് എന്ന് ബാബ പറയാം. മക്കിയോ മേംബി ക്യൂൻ ഹോത്തി ഹേ. അതായത് തേനീച്ചകളിൽ ഒരു റാണി ഉണ്ടായിരിക്കുമല്ലോ, ഉൻകെ പിച്ചാടി സബി ജാത്തേ ഹേ. ആ തേനീച്ചകളുടെ റാണി ഫസ്റ്റ് പോകും, അതിന് പിന്നാലെ ബാക്കി എല്ലാ തേനീച്ച കൂട്ടങ്ങളും പോകും. അപ്പം അതുപോലെ ബാബ പറയാണ് ബാപ്പ് ബി ജായേങ്കെ തോ ഉൻകെ പിച്ചാടി സബ് ആത്മായേം ബി ജായേങ്കി. അപ്പം ബാബ പറയണ അതുപോലെ ബാബ പോകുമ്പോൾ ബാബയുടെ പുറകെ എല്ലാ ആത്മാക്കളും പോകും. മൂൽ വദൻ മേംബി ജയ്സെ സബി ആത്മാവോം കാ ജുണ്ട് ഹേ. ബാബ പറയുന്നത് മൂലവദനത്തിലും എങ്ങനെയാണ്, എല്ലാ ആത്മാക്കളുടെയും കൂട്ടമുണ്ട് അല്ലെ. ആ മൂലവദനത്തിൽ നമ്മൾ എങ്ങനെയിരിക്കണത്, ആത്മസ്വരൂപത്തില്. അപ്പൊ അവിടെയും ആത്മാക്കളുടെ കൂട്ടമുണ്ട് എന്ന് ബാബ പറയാം. യഹാം ഫിർഹെ സബി മനുഷ്യോം കാ ജുണ്ട്. ഇവിടെയാണെങ്കിലോ മനുഷ്യരുടെ കൂട്ടമാണ് എന്ന് ബാബ പറയാം. തോ യഹ് ജുണ്ട് ബി ഏക് ദിൻ ഭാഗ്ന ഹേ. ബാബ പറയുന്നത് ഈ കൂട്ടത്തിനും ഒരു ദിവസം പോകേണ്ടതായിട്ടുണ്ട്. ബാപ്പ് ആക്കർ സബി ആത്മാവോം കോ ലേ ജാത്തേ ഹേ. ബാബ വന്നിട്ട് എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകും. ശിവക്ക് ബരാത്ത് ഗായി ഹുയി ഹേന. അപ്പൊ ബാബ പറയുന്നത് ശിവബാബയുടെ വിവാഹ ഘോഷയാത്ര അത് പാടപ്പെട്ടിട്ടുണ്ട്. ശിവന്റെ വിവാഹ ഘോഷയാത്ര എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബച്ചേ കഹോ വാ ബച്ചിയാം കഹോ, ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒക്കെ പറയാം. ബാപ്പ് ആക്കർ ബച്ചോം കോ യാദ് കി യാത്ര സിക്കലാത്തേ ഹേ. ബാബ വന്നിട്ടാണ് കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്ര പഠിപ്പിച്ചു തരുന്നത്. പവിത്ര ബന്നെ ബിഗർ ആത്മാ ഗർ വാപ്പിസ് ജാ നഹി സക്തി. ബാബ പറയുന്നത് പവിത്രമായി മാറാതെ ആത്മാക്കൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ജബ് പവിത്ര ബൻ ജായേങ്കി തോ പഹലെ ശാന്തി ധാം മേം ജായേങ്കി ഫിർ വഹാം സെ ആഹിസ്തെ ആഹിസ്തെ ആത്തെ രഹത്തെ ഹേ വൃദ്ധി ഹോത്തി രഹത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ പവിത്രമായി മാറുന്നത്, അപ്പൊ നിങ്ങൾ ആദ്യം എവിടെ പോകും, ശാന്തിധാമം അല്ലെ. നമ്മൾ ആത്മാക്കളുടെ സ്വീറ്റ് ഹോമായ ശാന്തിധാമത്തിലേക്ക് നമ്മൾ ആദ്യം പോകും. പിന്നെ അവിടെ നിന്നാണ് പതുക്കെ പതുക്കെ നമ്മൾ താഴേക്ക് വരുന്നത്. അങ്ങനെയാണ് വൃദ്ധി ഉണ്ടാകുന്നത്. സൃഷ്ടി വൃക്ഷത്തിന് വൃദ്ധി ഉണ്ടാകുന്നത് അങ്ങനെയാണെന്ന് ബാബ പറയാം. രാജധാനി ബന്നി ഹേന. രാജധാനി ഉണ്ടാക്കണ്ടേ എന്ന് ബാബ പറയാം. സബി ഇക്കട്ടെ നെഹി ആത്തേ ഹേ. എല്ലാവരും ഒരുമിച്ചൊന്നും വരില്ല എന്ന് ബാബ പറയാം. ജാഡ് ആഹിസ്തേ ആഹിസ്തേ വൃദ്ധി കോ പാത്താ ഹേന. അതായത് വൃക്ഷം പതുക്കെ പതുക്കെയാണ് വൃദ്ധി പ്രാപിക്കുന്നത് എന്ന് ബാബ പറയാം. പഹലെ പഹലെ ആദി സനാതൻ ദേവി ദേവത ധർമ്മ ഹേ ജോ ബാപ്പ് സ്ഥാപൻ കർത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ആദ്യം ഏത് ധർമ്മ വരാ, ആദി സനാതന ദേവി ദേവത ധർമ്മമാണ് ആദ്യം വരുന്നത്. അതാരാണ് സ്ഥാപന ചെയ്യുന്നത്, ബാബയാണ് അത് സ്ഥാപന ചെയ്യുന്നത്. ബ്രാഹ്മൺ ബി പഹലെ പഹലെ വഹി ബൻതേ ഹേ ജിനേം ദേവത ബന്ന ഹേ. അപ്പൊ ബാബ പറയുന്നത് ആരാണോ ആദ്യം ബ്രാഹ്മണനായി മാറുന്നത് അവർക്ക് തന്നെയാണ് ആദ്യം ദേവതയായിട്ട് മാറേണ്ടത് എന്ന് ബാബ പറയാം. പ്രജാപിത ബ്രഹ്മാത്തോ ഹേന. പ്രജാപിത ബ്രഹ്മാവും ഉണ്ടല്ലോ എന്ന് ബാബ പറയാം. പ്രജാമേംബി ബായി ബഹൻ ഹോ ജാത്തേ ഹേ. പ്രജകളിലാണെങ്കിൽ നോക്കുമ്പോൾ സഹോദരനും സഹോദരിയും ഒക്കെ ഉണ്ടാകുമല്ലോ. ബ്രഹ്മാകുമാർ കുമാരിയാം തോ യഹാം ഡേർ ബൻതേ ഹേ. ബാബ പറയുന്നത് ബ്രഹ്മാകുമാർ കുമാരിമാർ ഇവിടെ ധാരാളമുണ്ട് എന്ന് ബാബ പറയാം. സരൂർ നിശ്ചയ ബുദ്ധി ഹോങ്കെ തബ് തോ ഇത്തനെ ഡേർ മാർക്സ് ലേത്തേ ഹേ. അതായത് അവർ തീർച്ചയായിട്ടും നിശ്ചയബുദ്ധികളായിരിക്കും അല്ലെ. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും നല്ല മാർക്കൊക്കെ മേടിക്കുന്നത്. അതായത് ബ്രഹ്മാകുമാർ കുമാരിമാരെ പറ്റി ബാബ പറയാം, അവർ നിശ്ചയബുദ്ധികളാണ്, അതുകൊണ്ട് അവർ ഇത്രയും മാർക്ക് മേടിക്കുന്നു. തുമാരെ മേം ജോ പക്കേ ഹേ വഹ് വഹാം പഹലെ ആത്തേ ഹേ കച്ചേ വാലെ പിച്ചാടി മേം ഹി ആയെങ്കെ. ബാബ പറയുന്നത് നിങ്ങളിൽ ആരാണോ നല്ല പക്കയായിട്ടുള്ള കുട്ടികൾ അവരാദ്യം വരും, പിന്നെ പക്കയല്ലാത്ത കുട്ടികളോ അവർ പിന്നീടായിരിക്കും വരിക എന്ന് ബാബ പറയാം.
मूल वतन में सभी आत्माएं रहती है, फिर नीचे आती है तो वृद्धि हो जाती है. അപ്പൊ ബാബ പറയുന്നത് മൂലവതനത്തിലാണ് എല്ലാ ആത്മാക്കളും ഇരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴാണ് എന്തുണ്ടാകും? വൃദ്ധി പ്രാപിക്കും. ഇവിടെ പിന്നെ സൃഷ്ടിക്ക് വൃദ്ധി പ്രാപിക്കും. ശരീർ ബിഗർ ആത്മാ കൈസെ പാർട്ട് ബജായെങ്കി. അപ്പൊ ബാബ ചോദിക്കാണ്, ശരീരമില്ലാതെ ആത്മാക്കളെ എങ്ങനെ പാർട്ട് അഭിനയിക്കും? यह पार्टधारियों की दुनिया है जो चारों युगों में फिरती रहती है. അപ്പൊ ബാബ പറയുന്നത് ഇത് പാർട്ടുധാരികളുടെ ലോകമാണ്. അവര് എന്നിട്ട് എന്താ ഉണ്ടാകുക? 4 യുഗങ്ങളിലും അവർ കറങ്ങും അല്ലെ. ഇവിടെ വരുന്ന ആത്മാക്കളെല്ലാം പാർട്ടുധാരികളാണ്. അവർ ഈ 4 യുഗങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കും. ആദ്യം വരുന്നവര് 4 യുഗങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കും. സത്യയുഗമേ ഹം സോ ദേവതാദേ ഫിർ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബൻതേ ഹേ. അപ്പൊ ബാബ പറയുന്നത് സത്യയുഗത്തിൽ നമ്മളായിരുന്നു ദേവതമാര് അല്ലെ. പിന്നീട് നമ്മൾ തന്നെയാണ് എന്തായി മാറുന്നത്? ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒക്കെ ആയി മാറുന്നത് നമ്മൾ തന്നെയാണ്. അഭി യഹ് ഹേ പുരുഷോത്തം സംഗമയുഗ്. ഇപ്പൊ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. യഹ് യുഗ് അഭിഹി ബൻതാ ഹേ. ഈ യുഗം ബാബ പറയുന്നത് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ജബ് കി ബാപ്പ് ആത്തേ ഹേ. എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോഴാണ് ഏത് യുഗം ഉണ്ടാകുന്നത്? സംഗമയുഗം ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാം. യഹ് അഭി ബേഹദ് കി നോളജ് ബേഹദ് കാ ബാപ്പ് ഹി ദേത്തേ ഹേ. ഇപ്പോ ഈ പരിധിയില്ലാത്ത ജ്ഞാനം പരിധിയില്ലാത്ത ബാബ തന്നെയാണ് തരുന്നത്. ശിവ ബാബാക്കോ അപ്പനെ ശരീർ കാ കോയി നാം നഹി ഹേ. ബാബ പറയാണ്, ശിവബാബയ്ക്ക് തൻ്റെതായ ശരീരത്തിന് ഒരു പേരും ഇല്ല എന്ന് പറയാം. ഇത് തൻ്റെ ശരീരമില്ല ബാബയ്ക്ക്, ആ ശരീരത്തിന് പേരുമില്ല എന്ന് പറയാം ബാബ. യഹ് ശരീർ തോ ഇസ് ദാദാ കാ ഹേ. ഈ ശരീരം ആരുടെയാണ്? ഈ ദാദയുടേതാണ് എന്ന് ബാബ പറയാ. ബാബാനെ തോടെ സമയക്കേ ലിയേ യഹ് ലോൺ ലിയാ ഹേ. ശിവബാബ കുറച്ച് സമയത്തേക്ക് വേണ്ടി ഈ ബ്രഹ്മബാബയുടെ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. बाप कहते हैं हमको तुमसे बात करने के लिए मुख तो चाहिए ना. ബാബ പറയാണ്, എനിക്ക് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു മുഖം ആവശ്യമാണല്ലോ എന്ന് ബാബ ചോദിക്കാം. മുഖ് നാ ഹോ തോ ബാപ്പ് ബച്ചോം സേ ബാത്ത് ബി നാ കർ സകേ. ബാബ പറയുന്നത് മുഖമില്ലാതെ ഈ അച്ഛന് കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക എന്ന് ബാബ ചോദിക്കുക. സംസാരിക്കാൻ സാധിക്കില്ല മുഖമില്ലാതെ. ഫിർ ബേഹദ് കി നോളജ് ബി ഇസ് മുഖ് സേ സുനാത്താ ഹോ. പിന്നെ അത് മാത്രമല്ല, ഈ പരിധിയില്ലാത്ത ജ്ഞാനവും ബാബ നമ്മൾ കുട്ടികൾക്ക് ഈ മുഖത്തിലൂടെ തന്നെയാണ് തരുന്നത്. മുഖത്തിലൂടെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കേൾപ്പിക്കുന്നത് എന്ന് ബാബ പറയാ. ഇസ്ലിയെ ഇസ്കോ ഗൗമുഖ് ബി കഹത്തെ ഹേ. അതുകൊണ്ട് ഇതിനെ ഗൗമുഖം എന്നും പറയും. പഹാഡോം സേ പാനി തോ കഹാം ബി നിക്കൽ സക്താ ഹേ. ബാബ പറയുന്നത്, ഈ പർവ്വതങ്ങളിൽ നിന്ന് വെള്ളം വരുമല്ലോ, അത് പർവ്വതങ്ങളിൽ നിന്ന് എവിടെ നിന്നായാലും വെള്ളം ലഭിക്കും. ഫിർ യഹാം ഗൗമുഖ് ബനാദിയാ ഹേ. അപ്പൊ ആ വെള്ളം വരുന്നവിടെ ആ ഗൗമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഉസ്സേ പാനി ആത്താ ഹേ. അതുകൊണ്ട് ഗൗമുഖത്തിൽ നിന്നും വെള്ളം വരുന്നു. കാരണം പർവ്വതങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ലഭിക്കും. അതിൽ ബാബ പറയുന്നത് ഈ ഗൗമുഖം ഉണ്ടാക്കി വെച്ചപ്പോ അതിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു എന്ന് ബാബ പറയാ. ഉനേം ഫിർ ഗംഗാജൽ സമജ് പീത്തേ ഹേ. അതിനെ പിന്നീട് മനുഷ്യർ എന്താണ് പറയുന്നത്? ആ ഗൗമുഖത്തിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിനെ ഗംഗാജലമാണെന്ന് മനസ്സിലാക്കി അത് കുടിക്കുകയാണ്. ഉസ് പാനി കാ ഫിർ കിത്തന മഹത്വ രഹത്തെ ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ആ വെള്ളത്തിന് പിന്നീട് എത്ര മഹത്വമാണ് വെച്ചിരിക്കുന്നത്. ഇസ് ദുനിയാമേം ഹേ സബ് ജോട്ട്. ബാബ പറയുന്നത് ഈ ലോകത്തില് എല്ലാം അസത്യമാണ്. സച്ചുത്തോ ഏക് ബാപ്പ് ഹി സുനാത്തേ ഹേ. സത്യം കേൾപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണ് എന്ന് പറയാം. फिर वह झूठे मनुष्य इस बाप की नॉलेज को झूठ समझ लेते हैं. പിന്നീട് ഈ അസത്യമായ മനുഷ്യരുണ്ടല്ലോ, ഈ ബാബ തരുന്ന ഈ ജ്ഞാനത്തെ അസത്യമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ലോകം മൊത്തം തന്നെ അസത്യമാണ്. അവർ കേൾക്കുന്നതും കാണുന്നതും എല്ലാം അസത്യമാണ്. അപ്പൊ അവർക്ക് ബാബ ഈ കേൾപ്പിക്കുന്ന സത്യമായ ജ്ഞാനവും അവർക്ക് അസത്യമായി തോന്നുകയാണ്. അതാണ് അവർ അസത്യം എന്ന് പറയുന്നത്.
भारत में जब सत्ययुग था तो इसको सच्चिगंड कहा जाता था. അപ്പൊ ബാബ പറയാണ്, ഭാരതത്തില് എപ്പോഴാണോ സത്യയുഗം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? സത്യഖണ്ഡം എന്നാണ് പറഞ്ഞിരുന്നത്. फिर भारत ही पुराना बनता है तो हर बात हर चीज झूठी होती है. പിന്നീട് അതേ ഭാരതം തന്നെ പഴയതായി മാറിയപ്പോൾ അതെന്ത് പറഞ്ഞു തുടങ്ങി? അസത്യമായി മാറി. എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അസത്യമായി മാറി. സത്യയുഗത്തിൽ എങ്ങനെയായിരുന്നു? സച്ചഖണ്ഡായിരുന്നു, അത് സത്യഖണ്ഡമായിരുന്നു. കാരണം എല്ലാം സത്യമായിരുന്നു. പിന്നീട് ഭാരതം തന്നെ അസത്യമായി മാറിയപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അസത്യമായി മാറി എന്ന് ബാബ പറയാം. കിത്നാ ഫർക്ക് ഹോ ജാത്താ ഹേ, എത്ര വ്യത്യാസമാണ് ഇതിലെന്ന് ബാബ പറയാ. ബാപ്പ് കർത്തേ ഹേ തും ഹമാരി കിത്നി ഗ്ലാനി കർത്തേ ഹോ. ബാബ പറയാണ്, നിങ്ങൾ എൻ്റെ എത്രമാത്രം ഗ്ലാനി ചെയ്തു. സർവവ്യാപിക്ക് കിത്ന ഇൻസൾട്ട് കിയാ ഹേ. ബാബ പറയാണ്, നിങ്ങളെ സർവവ്യാപി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ എത്രമാത്രം അപമാനിച്ചു. ശിവബാബാക്കോ ബുലാത്തെ ഹി ഹേ കി ഇസ് പുരാനി ദുനിയാ സേ ലേ ചലോ. ശിവബാബയെ വിളിക്കുന്നത് തന്നെ എന്തിനാണ്? ഈ പഴയ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ബാപ്പ് കഹത്തെ ഹേ മേരെ സബി ബച്ചെ കാം ചിത പർ ചഡ്കർ കങ്കാൾ ബൻ ഗയേ ഹേ. ബാബ പറയാണ്, എൻ്റെ എല്ലാ കുട്ടികളും കാമചിതയിലിരുന്ന് തീർത്തും ദരിദ്രരായി മാറിയിരിക്കുന്നു എന്ന് പറയാം. ബാപ്പ് ബച്ചോം കോ കഹത്തെ ഹേ തും തോ സ്വർഗ കെ മാലിക് ദേന. ബാബ പറയാണ്, ബാബ കുട്ടികളോട് പറയാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നില്ലേ? സ്മൃതി ആത്തി ഹേ, നിങ്ങൾക്ക് അതിന്റെ സ്മൃതി വരുന്നുണ്ടോ? ബച്ചോം കോ ഹി സമജാത്തെ ഹേ സാരി ദുനിയാക്കോ തോ നെഹി സമജായെങ്കെ. ബാബ പറയുന്നത്, ഞാൻ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്, അല്ലാതെ മുഴുവൻ ലോകത്തിനൊന്നും മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ബാബ പറയാണ്, നമ്മൾ കുട്ടികൾക്ക് തന്നെയാണ് ബാബ ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. ബച്ചേ ഹി ബാപ്പുക്കോ സമജത്തെ ഹേ, കുട്ടികൾ തന്നെയാണ് അച്ഛനെയും മനസ്സിലാക്കുന്നത്. ദുനിയാ ഇസ് ബാത്തുക്കോ ക്യാ ജാനേ. അപ്പൊ ലോകര് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാനാണ് എന്ന് ബാബ പറയാം. സബ്സെ ബഡാ കാട്ടാ ഹേ കാമ കാ. അപ്പൊ ഏറ്റവും വലിയ മുള്ളെന്ന് പറയുന്നത് എന്തിനാണ് ബാബ? കാമത്തെയാണ്. നാം ഹി ഹേ പതീത് ദുനിയ, പേര് തന്നെ പതീത ലോകം എന്നാണ്. സത്യയുഗ് ഹേ 100% പവിത്ര ദുനിയ, അതായത് സത്യയുഗം എന്ന് പറയുന്നത് 100% പവിത്രമായ ലോകമാണ്. മനുഷ്യ ഹി പവിത്ര ദേവതാവോം കെ ആകെ ജാക്കർ നമൻ കർത്തേ ഹേ. ബാബ പറയാണ്, മനുഷ്യര് തന്നെയാണ് ഈ പവിത്രമായ ദേവി ദേവതമാരുടെ മുന്നിൽ പോയി നമസ്കരിക്കുന്നത്. ബൽ ബഹുത് ഭക്ത് ഹേ ജോ വെജിറ്റേറിയൻ ഹേ പരന്തു ഏസെ നെഹി കി വികാർ മേം നെഹി ജാത്തെ ഹേ. ബാബ പറയുന്നത് അവര് വളരെ വലിയ ഭക്തരാണ്, അതുമാത്രമല്ല അവർ വെജിറ്റേറിയൻസുമാണ്, സസ്യബുക്കുകളുമാണ്. പക്ഷെ ബാബ പറയുന്നത് വികാരത്തിൽ അവർ പോകുന്നുണ്ട്. അതായത് വികാരത്തിൽ പോകുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല, വികാരത്തിൽ പോകുന്നുണ്ട്. അവർ വളരെ നല്ല ഭക്തരാണ്, പക്ഷെ അതുകൂടാതെ വെജിറ്റേറിയൻസുമാണ്, പക്ഷെ വികാരത്തിൽ പോകുന്നുണ്ടെന്ന് പറയാം. ഏസേ തോ ബഹുത്ത് ബാൽ ബ്രഹ്മചാരി ബി രഹത്തെ ഹേ. അതുപോലെ വളരെയധികം ബാലബ്രഹ്മചാരിമാരും ഉണ്ടെന്ന് പറയാം ബാബ. ചോട്ടെ പൻസേ കബി ചീച്ചി ഖാന ആദി നെഹി കാത്തേ ഹേ. അവർ ചെറുപ്പം മുതലേ തന്നെ ഈ മോശമായ ഭക്ഷണങ്ങളൊന്നും അവർ കഴിക്കില്ല. സന്യാസി ബി കഹത്തെ ഹേ നിർവികാരി ബനോ. സന്യാസിമാരും എന്താണ് പറയുന്നത്? നിർവികാരികളായി മാറൂ. ഗർഭാർ കാ സന്യാസ് കർത്തേ ഹേ ഫിർ ദൂസരെ ജന്മ में भी किसी गृहस्थी के पास जन्म ले फिर ഗർഭാർ ചോട് ജംഗൾ में चले जाते हैं. ഈ സന്യാസിമാരെന്താ ചെയ്യുക? വീടും കുടുംബവും എല്ലാം സന്യാസം ചെയ്യും. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ആ ഒരു ശരീരം വിടുമ്പോൾ എന്താ ഉണ്ടാകുക? വീണ്ടും അവര് അടുത്ത ജന്മം ഏതെങ്കിലും ഗൃഹസ്ഥികളുടെ അടുത്ത് തന്നെ പോയി ജന്മം എടുക്കും, അല്ലേ? പിന്നീട് വീണ്ടും അവര് ആ കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോകുമെന്ന് ബാബ പറയാം. പരന്തു ക്യാ പതീത് സേ പാവൻ ബൻ സക്തേ ഹോ. പക്ഷെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് പതീതത്തിൽ നിന്നും പാവനമായി മാറാൻ കഴിയുന്നുണ്ടോ? അതില്ല.
കാരണം അവർ വീണ്ടും ജന്മമെടുക്കുന്നത് എങ്ങനെയാണ്? വികാരത്തിലൂടെ ജന്മമെടുക്കുന്നു. അപ്പൊ തന്നെ അവർ പതീതമായി. അപ്പൊ അതാ ബാബ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറാനൊന്നും കഴിയുന്നില്ല എന്ന് ബാബ പറയാം. പതീത പാവൻ ബാപ്പ് കി ശ്രീമത്ത് ബിഗർ കോയി പതീത് സെ പാവൻ ബൻ നഹി സക്തേ. ബാബ പറയുന്നത്, പതീത പാവനനായ ബാബയുടെ ശ്രീമതം കൂടാതെ ആർക്കും പതീതത്തിൽ നിന്നും പാവനമായിട്ട് മാറാൻ കഴിയില്ല. ഭക്തി ഹേ ഉതർത്തി കലാക മാർഗ്. ഭക്തി എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങുന്ന കലയുടെ മാർഗമാണ്. തോ ഫിർ പാവൻ കൈസേ ബനേങ്കെ. ബാബ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പാവനമായി മാറും? അല്ലെ, ഭക്തി നമ്മൾ എത്രമാത്രം ചെയ്താലും ഭക്തി എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പാവനമായിട്ട് മാറും എന്ന് ബാബ ചോദിക്കാം. പാവൻ ബനേത്തോ ഗർ ജാവേ സ്വർഗമേം ആ ജായേ. അപ്പൊ ബാബ പറയുന്നത്, പാവനമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് പോകും, പിന്നീട് നിങ്ങൾ സ്വർഗത്തിലേക്ക് വരും. സത്യയുഗി ദേവി ദേവതായേം കബ് ഗർബാർ ചോഴ്ത്തേ ഹേ ക്യാ. അപ്പൊ ബാബ ചോദിക്കാണ്, ഈ സത്യയുഗത്തിലെ ദേവി ദേവതമാരുണ്ടല്ലോ, അവരെപ്പോഴെങ്കിലും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണ് ബാബ. ഉനോം കാഹേ ഹദ് കാ സന്യാസ്. അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. തുമാരാഹേ ബേഹദ് കാ സന്യാസ്. നിങ്ങളുടേതോ പരിധിയില്ലാത്ത സന്യാസമാണ്. സാരി ദുനിയ മിത്ര സംബന്ധി ആദി സബ് കാ സന്യാസ്. അതായത് നമ്മൾ ഏതൊക്കെയാണ് സന്യാസം ചെയ്യുന്നത്? മുഴുവൻ ഈ ലോകത്തെ, അതുപോലെ മിത്ര സംബന്ധികൾ, ഇതെല്ലാം നമ്മൾ സന്യാസം ചെയ്യുന്നു. തുമാരേ ലിയേ അഭി സ്വർഗ് കി സ്ഥാപന ഹോ രഹി ഹേ. ബാബ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നത്. തുമാരി ബുദ്ധി സ്വർഗ് തരഫ് ഹേ. നിങ്ങളുടെ ബുദ്ധി സ്വർഗത്തിനു നേരെയാണ് എന്ന് ബാബ പറയാ. മനുഷ്യത്തോ നർഗമേം ഹി ലഡ്തേ പടേ ഹേ. ബാബ പറയുന്നത്, മനുഷ്യരാണെങ്കിലോ ഈ നരകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കാണ്. തും ബച്ചേ ഫിർ ബാപ്പ് കി യാദ് മേം ലഡ്കേ പടേ ഹോ. നിങ്ങൾ കുട്ടികൾ ബാബയുടെ ഓർമ്മയിലാണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന് ബാബ പറയാം. തുംകോ ശീതൽ ദേവിയം ബനാനെ കെ ലിയേ ജ്ഞാൻ ചിതാ പർ ബിട്ടായ ജാതാ ഹേ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികളെ ശീതള ദേവിമാരാക്കുന്നതിനു വേണ്ടി ജ്ഞാനചിതയിൽ ഇരുത്തിയിരിക്കുകയാണ്. ശീതൾ अक्षर के शीतल अक्षर के ഓപ്പോസിഷൻ ഹേ തബത്ത്. അതായത് ബാബ പറയുന്നത്, ശീതൾ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ വിപരീതമാണ് താപം. ശീതളം എന്ന് പറയുമ്പോൾ ആ ഒരു തണുപ്പാണല്ലോ, തബത്ത് എന്ന് പറയുമ്പോൾ താപം, ചൂടാണ്. തുമാര നാം ഹി ഹേ ശീതൾ ലാ ദേവി. അതായത് ബാബ പറയുന്നത്, നിങ്ങളുടെ പേര് തന്നെ ശീതളത ദേവി എന്നാണെന്ന് പറയാ ബാബ. ഏകത്തോ നെഹി ഹോഗീന. അപ്പൊ ബാബ പറയുന്നത്, ഒരു ശീതള ദേവി അങ്ങനെയല്ലല്ലോ, സരോർ ബഹുത്ത് ഹോഗി ജിനോനെ ഭാരത് കോ ശീതൾ ബനായാ ഹേ. ബാബ പറയുന്നത്, ഒരു ശീതള ദേവിയല്ല, ധാരാളം ശീതള ദേവിമാരുണ്ട്. ആരൊക്കെയാണോ ഭാരതത്തെ ശീതളമാക്കി മാറ്റിയത്. ഈ സമയം സബി കാം ചിതാ പർ ജൽ രഹേ ഹേ. ബാബ പറയുന്നത്, ഈ ഒരു സമയത്ത് എല്ലാവരും കാമചിതയിൽ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാ. തുമാര നാം യഹാം ശീതള ദേവിയാം ഹേ. ബാബ പറയുന്നത്, നിങ്ങളാണെങ്കിലോ ഇവിടുത്തെ ശീതള ദേവിമാരാണ്. തും ശീതൾ കർണേ വാലി ഡണ്ട ചീത്ത ടാൽനെ വാലി ദേവിയാം ഹോ. ബാബ പറയുന്നത്, നിങ്ങള് ശീതളമാക്കി മാറ്റുന്നവരാണ്, അതുപോലെ ആ തണുത്ത ജലത്തിന്റെ തുള്ളികൾ തെളിക്കുന്നവരാണ്, അങ്ങനെ തെളിക്കുന്ന ദേവിമാരാണ് എന്ന് ബാബ പറയാ. ചീട്ട ഡാലിനെ ജാത്തേ ഹേന. അതായത് ആ തണുത്ത ജലം തെളിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കാം. യഹാം ഹേ ജ്ഞാൻ കെ ചീട്ടെ. ഇവിടെ എന്ന് പറയുന്നത് തണുത്ത ജലം എന്ന് പറയുന്നതാണ് ജ്ഞാനത്തിന്റെ തുള്ളികളാണ്. ജോ ആത്മാ കെ ഊപ്പർ ഡാലേ ജാത്തേ ഹേ. ആ ജ്ഞാനത്തിന്റെ തുള്ളികളാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതാണോ നമ്മൾ ആത്മാക്കളുടെ മേൽ തെളിക്കുന്നത് അത് ജ്ഞാനത്തിന്റെ തുള്ളികളാണ്. ആത്മാ പവിത്ര ബന്നേസെ ശീതൾ ബൻ ജാത്തി ഹേ. ബാബ പറയുന്നത്,
ആത്മാവ് പവിത്രമായി മാറുന്നതിലൂടെ തന്നെയാണ് ശീതളവുമായി മാറുന്നത്. ഇസ് സമയ സാരി ദുനിയ കാംചിത പർ ചട് കാലി ഹോ പടി ഹേ. ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് മുഴുവൻ ലോകവും കാമചിതയിലിരുന്നിട്ട് കറുത്തു പോയിരിക്കുന്നു എന്ന് പറയാം. അബ് കലശ് മിൽത്താ ഹേ തും ബച്ചോംകോ. ഇപ്പോ കലശം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? നിങ്ങൾ കുട്ടികൾക്കാണ് എന്ന് ബാബ പറയാ. കലശ് സേ തും ഖുദ് ബി ശീതൾ ബൻതേ ഹോ ഓർ ദൂസരോം കോ ബി ബനാത്തേ ഹോ. ബാബ പറയുന്നത് ഈ കലശത്തിലൂടെ തന്നെയാണ് നിങ്ങൾ സ്വയം ശീതളമായി മാറുന്നതും അതുപോലെ മറ്റുള്ളവരെയും ശീതളമാക്കി മാറ്റുന്നത്. യഹ് ബി ശീതൾ ബനെ ഹേന. അതായത് ബാബ പറയുന്നത് ഈ ബ്രഹ്മ ബാബനെ പറയാണ്, ഇദ്ദേഹവും ശീതളമായി മാറിയില്ലേ എന്ന് ചോദിക്കുക ബാബ. ദോനോ ഇക്കട്ടെ ഹേ. രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഒരു ശരീരത്തിലല്ല ഇരിക്കുന്നത്, ശിവബാബയും ബ്രഹ്മബാബയും. ഗർബാർ ചോടനേക്ക് തോ ബാത്ത് ഹി നഹി. അതായത് കുടുംബം ഒന്നും ഉപേക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. ലേക്കിൻ ഗൗശാല ബനി ഹോഗി തോ ജരൂർ കോയിനെ ഗർബാർ ചോടാ ഹോഗ. ബാബ പറയുന്നത് പക്ഷേ ഗോശാല ഉണ്ടാക്കുന്നതിന് തീർച്ചയായും ചിലരൊക്കെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. കിസലിയെ എന്ന് ചോദിക്കുക ബാബ പറയാം. ഞാൻ ചിതാപ്പർ ബൈട്ട് ശീതൾ ബന്നെ കേലിയെ. അപ്പൊ ബാബ പറയുന്നത് ഇവരൊക്കെ എന്തിനാണ്, കുറച്ചുപേരൊക്കെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വന്നിട്ടുണ്ടല്ലോ തുടക്കത്തില്. അവരെന്തിനാണ് വന്നത്? ജ്ഞാനചിതയിലിരുന്ന് ശീതളമായി മാറുന്നതിന് വേണ്ടി. അതിനുവേണ്ടി കുറച്ചു പേരൊക്കെ വന്നിട്ടുണ്ട് എന്ന് ബാബ പറയാം. ജബ് തും യഹാം ശീതൾ ബനേങ്കെ തബ് ഹി തും ദേവത ബൻ സക്തേ ഹോ. അപ്പൊ ബാബ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ ഇവിടെ ശീതളമായി മാറുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ദേവതയായി മാറാൻ കഴിയുക എന്ന് ബാബ പറയാം. അബി തും ബച്ചോം കാ ബുദ്ധിയോഗ് പുരാനെ ഗർ കി തരഫ് നെഹി ജാനാ ചാഹിയേ. ഇപ്പോ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയോഗം പഴയ വീടിന് നേരെ ഒരിക്കലും പോകരുത് എന്ന് ബാബ പറയാം. ബാപ്പ് കെ സാത്ത് ബുദ്ധി ലട്കി രഹേ ക്യോങ്കി തും സബ്കോ ബാപ് കെ പാസ് ഗർ ജാനാ ഹേ. ബാബ പറയുന്നത് ബാബയോടൊപ്പം നിങ്ങളുടെ ബുദ്ധിയോഗം കുടുങ്ങിയിരിക്കണം. എന്തുകൊണ്ടാ ബാബ പറയുന്നത്? നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ബാബയോടൊപ്പം തിരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ബാബയുമായിട്ടുള്ള ബുദ്ധിയോഗമാണ് നമുക്ക് വേണ്ടതെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ മീഠേ ബച്ചേ മേ പണ്ടാ ബൻകർ ആയാ ഹൂം തുംകോ ലേ ചൽനെ. ബാബ പറയുന്നത് മധുരമായ കുട്ടികളെ, ഞാൻ വഴികാട്ടിയായി മാറി വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ. യഹ് ശിവശക്തി പാണ്ഡവ് സേന ഹേ. ബാബ പറയുന്നത് ഇത് ശിവശക്തി പാണ്ഡവ സേനയാണെന്ന് പറയാ ബാബ. തും ഹോ ശിവ സേ ശക്തി ലേനെ വാലി വഹ് ഹേ സർവശക്തിമാൻ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ശിവനിൽ നിന്നും ശക്തി എടുക്കുന്നവര്. ശിവബാബയാണെങ്കിലോ സർവശക്തിമാനും കൂടിയാണ് എന്ന് പറയാ ബാബ. മനുഷ്യത്തോ സമജ്തേ ഹേ പരമാത്മാ മരേ ഹുയേ കോ ജിന്ദാ കർ സക്തേ ഹേ. അതായത് മനുഷ്യരെന്താണ് മനസ്സിലാക്കുന്നത്? പരമാത്മാവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് മനുഷ്യരെ മനസ്സിലാക്കുന്നു. പരന്തു ബാപ്പ് കഹത്തെ ഹേ ലാഡ്ലെ ബച്ചേ ഇസ് ഡ്രാമാ മേം ഹർ ഏക് കോ അനാദി പാർട്ട് മിലാ ഹുവാ ഹേ. അപ്പൊ ബാബ പറയാണ്, ഓമനകളായ കുട്ടികളെ, ഈ ഡ്രാമയിൽ ഓരോരുത്തർക്കും അവരവരുടേതായ അനാദിയായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. മേ ബി ക്രിയേറ്റർ, ഡയറക്ടർ, പ്രിൻസിപ്പൽ ആക്ടർ ഹോം. ബാബ പറയണ ഞാനും ഈ ഡ്രാമയിലെ ക്രിയേറ്ററും ഡയറക്ടറും പ്രിൻസിപ്പൽ ആക്ടറുമാണ്, മുഖ്യ അഭിനേതാവുമാണെന്ന് പറയാ ബാബ. ഡ്രാമ കെ പാർട്ട് കോ ഹം കുച്ച് ബി ചേഞ്ച് നെഹി കർ സക്തേ. ഡ്രാമയിലെ പാർട്ടിനെ നമുക്ക് ആർക്കും ഒരു എന്താ പറയാ ഒരു തരത്തിലും ചേഞ്ച് ആക്കുക, മാറ്റുക എന്നുള്ളത് സാധ്യമല്ല എന്ന് ബാബ പറയാം. മനുഷ്യ സമജ്തേ ഹേ പത്താ പത്താ ബി പരമാത്മാ കെ ഹുക്म से हिलता है, लेकिन परमात्मा तो खुद कहते हैं मैं भी ड्रामा के अधीन हूँ, इसके बंधन में बांधा हुआ हूँ. ബാബ പറയുന്നത്
മനുഷ്യരെന്താ മനസ്സിലാക്കുന്നത്? ഓരോ ഇലകളും ചലിക്കുന്നത് പരമാത്മാവിന്റെ ആജ്ഞയനുസരിച്ചാണ് എന്നാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. പക്ഷേ പരമാത്മാവ് സ്വയം പറയുകയാണ്, എന്താണ്, ഈ ഡ്രാമയ്ക്ക് ഞാൻ അധീനനാണ്, അതുപോലെ ഇതിന്റെ ബന്ധനത്തിൽ ഞാൻ ബന്ധിതനുമാണ്. ഡ്രാമയില് ബാബയും ബന്ധിതനാണ് എന്ന് പറയാം. ഡ്രാമ അനുസരിച്ച് ബാബയ്ക്കും പാർട്ടുണ്ട്. എപ്പോ വരാൻ പാർട്ടുണ്ടോ അപ്പോഴല്ലേ ബാബ വരുള്ളൂ. അതാണ് ബാബ പറയുന്നത്, ഞാനും ഇതില് ബന്ധിതനാണ്. ऐसे नहीं कि मेरे हुक्म से पत्ते हिलेंगे. അതായത് ബാബ പറയണ ഇങ്ങനെയില്ല, എൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഇലകൾ ചലിക്കുക, അങ്ങനെയില്ല. സർവവ്യാപി കെ ജ്ഞാൻ ने ഭാരതവാസിയോം കോ ബിൽകുൽ കങ്കാൾ ബനാ ദിയാ ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ഈ സർവവ്യാപി എന്ന ജ്ഞാനമുണ്ടല്ലോ, അത് ഭാരതവാസികളെ തീർത്തും ദരിദ്രരാക്കി മാറ്റി എന്ന് ബാബ പറയാം. ബാപ്പ് കെ ജ്ഞാൻ സേ ഭാരത് ഫിർ സിർതാജ് ബൻതാ ഹേ. ബാബ പറയുന്നത് ബാബയുടെ ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് ഭാരതം വീണ്ടും കിരീടധാരിയായി മാറുക എന്ന് ബാബ പറയാം. अच्छा, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണയുടെ പോയിന്റ് പറയാണ്. ധാരണ കെ ലിയെ മുഖ്യ സാർ. ഫസ്റ്റ് പോയിന്റ് ആണ്, സൂര്യവംശി മേം പഹലെ പഹലെ ആനെ കെ ലിയെ നിശ്ചയ ബുദ്ധി ബൻ ഫുൾ മാർക്സ് ലേനി ഹേ. ബാബ പറയുന്നത് സൂര്യവംശയില് ആദ്യം വരുന്നതിനായിട്ട് എന്താണ് ബാബ പറയുന്നത്? നിശ്ചയ ബുദ്ധിയായി മാറി ഫുൾ മാർക്ക് മേടിക്കണം എന്ന് പറയാ ബാബ. പക്ക ബ്രാഹ്മൺ ബന്നാഹേ. ബാബ പറയുന്നത് പക്കയായ ബ്രാഹ്മണനായി മാറണം. ബേഹദ് കി നോളജ് സ്മൃതിമേം രഖ്നീഹേ. ബാബ പറയുന്നത് പരിധിയില്ലാത്ത ഈ ജ്ഞാനം നിങ്ങൾ സ്മൃതിയിൽ വെക്കണം എന്ന് ബാബ പറയാം. ഈ രണ്ടാമത്തെ പോയിന്റ് ബാബ പറയുന്നത് ജ്ഞാൻ ചിതാ പർ ബൈട്ട് ശീതൾ അർത്ഥാത് പവിത്ര ബന്നാഹേ. അതായത് ബാബ പറയുന്നത് ജ്ഞാനചിതയിലിരുന്നു കൊണ്ട് ശീതളമായി മാറുക, അർത്ഥം പവിത്രമായി മാറുക തന്നെ വേണം. ജ്ഞാൻ ഓർ योग से काम की तबत समाप्त करनी है. അപ്പൊ ബാബ പറയുന്നത് ജ്ഞാനം കൊണ്ടും യോഗം കൊണ്ടും ഈ കാമമാകുന്ന ആ താപമുണ്ടല്ലോ അതിനെ സമാപ്തമാക്കണം. ബുദ്ധിयोग സദാ ഏക് ബാപ്പ് की तरफ लटका रहे. ബുദ്ധിയോഗം സദാ നിങ്ങൾ ഒരേ ഒരു ബാബയിൽ കുടുങ്ങിയിരിക്കണം. നിങ്ങളുടെ ബുദ്ധിയോഗം സദാ ഒരു ബാബയിൽ കുടുങ്ങിയിരിക്കണം എന്ന് ബാബ പറയാം. ഈ ബാബ എന്ന് വരദാനം തരുന്നത് ബ്രാഹ്മൺ ജീവൻ മേ ശ്രേഷ്ഠ സ്ഥിതി രൂപി മെഡൽ പ്രാപ്ത് കർണേ വാലെ ബേഗംപൂർ കെ ബാദ്ഷാഹ് ഭവ. അതായത് ബ്രാഹ്മണ ജീവിതത്തില് ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡൽ പ്രാപ്തമാക്കുന്ന ദുഃഖമില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിമാരായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ആപ്പ് സബി അപ്പനി സ്വസ്ഥിതി അച്ഛേ സെ അച്ഛി ബനാനെ കെ ലിയേ ഹി ബ്രാഹ്മൺ ബനേ ഹോ. ബാബ പറയുന്നത് താങ്കൾ എല്ലാവരും താങ്കളുടെ ആ സ്വസ്ഥിതി ഉണ്ടല്ലോ അത് വളരെ നല്ലതായിട്ട് ഇരിക്കാനായിട്ടാണ് നിങ്ങൾ ബ്രാഹ്മണനായി മാറിയിരിക്കുന്നത്. ബ്രാഹ്മൺ ജീവൻ മേം ശ്രേഷ്ഠ സ്ഥിതി ഹി ആപ്കി പ്രോപ്പർട്ടി ഹേ. അപ്പൊ ബ്രാഹ്മണ ജീവിതത്തില് ആ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടല്ലോ അത് തന്നെയാണ് താങ്കളുടെ സമ്പത്ത്. അതായത് ബ്രാഹ്മണ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ശ്രേഷ്ഠ സ്ഥിതിയാ അല്ലെ. ബാബ എപ്പോഴും നമ്മളെ ഉയർന്ന സ്ഥിതിയിൽ ഇരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. അതാണ് ബാബ പറയുന്നത് ബ്രാഹ്മണ ജീവിതത്തില് ശ്രേഷ്ഠ സ്ഥിതി തന്നെയാണ് താങ്കളുടെ സമ്പത്ത്. യഹി ബ്രാഹ്മൺ ജീവൻ കാ മെഡൽ ഹേ. ഇത് തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ മെഡൽ എന്ന് പറയുന്നത്. അതായത് ആ സ്ഥിതി, ശ്രേഷ്ഠ സ്ഥിതി. ജോ
यह मेडल प्राप्त कर लेते हैं वह सदा अचल अडोल एक रस स्थिति में रहते सदा निश्चिंत ബേഗംപൂർ കെ ബാദ്ഷാ ബൻ ജാത്തെ ഹേ. അപ്പൊ ബാബ പറയുന്നത് ആരാണോ ഈ മെഡൽ പ്രാപ്തമാക്കുന്നത്, ഏത് മെഡൽ? ആ ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡൽ പ്രാപ്തമാക്കുന്നത് അവരെങ്ങനെയിരിക്കും? സദാ അചഞ്ചലമായിരിക്കും, ദൃഢതയുള്ളവരായിരിക്കും, ഏകരസസ്ഥിതിയും ഉള്ളവരായിരിക്കും, അതുപോലെ സദാ നിശ്ചിന്തമായിരിക്കും. അങ്ങനെയുള്ള ദുഃഖമില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിമാരായിട്ട് മാറുക തന്നെ ചെയ്യുന്ന ബാബ പറയാം. വേ സർവ ഇച്ഛാവോം സെ മുക്ത് ഇച്ഛാ മാത്ര അവിദ്യ സ്വരൂപ് ഹോത്തെ ഹേ. അവര് എന്താണ്? എല്ലാ ഇച്ഛകളിൽ നിന്നും മുക്തമായി ഇച്ഛാമാത്രം അവിദ്യ സ്വരൂപമായിട്ട് മാറുന്നു. അതായത് ഇച്ഛ എന്തെന്ന് പോലും അറിയാത്തൊരവസ്ഥ, അതാണ് ഇച്ഛാമാത്രം അവിദ്യ എന്ന് ബാബ പറയുന്നത്. അപ്പോൾ എന്താണ്? ആ ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡല് പ്രാപ്തമാക്കുന്ന ബ്രാഹ്മണരുണ്ടല്ലോ, അവരാണ് എന്തായി മാറുന്നത്? അതായത് അചഞ്ചലമായിരിക്കും, ദൃഢതയുള്ളവരായിരിക്കും, ഏകരസസ്ഥിതി ഉണ്ടായിരിക്കും, സദാ നിശ്ചിന്തമായിരിക്കും, അതുപോലെ ദുഃഖമില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിമാരുമായിട്ട് മാറും. അതുപോലെ അവരെന്തായിരിക്കും? ഇച്ഛകളിൽ നിന്നെല്ലാം മുക്തമായിട്ട് ഇച്ഛ മാത്രം അവിദ്യ സ്വരൂപരായിട്ട് മാറുന്നു. ഈ ബാബ സ്ലോഗൻ പറയുന്നത് അട്ടൂട്ട് നിശ്ചയ് और फलक से कहो मेरा बाबा तो माया സമീപ് भी नहीं आ सकती. അപ്പം ബാബ പറയുന്നത് എന്താണ്? മുറിയാത്ത നിശ്ചയം, അതുപോലെ നല്ല ഉറപ്പോട് കൂടിയിട്ടും നിങ്ങൾ പറയൂ എൻ്റെ ബാബ. അങ്ങനെയാണെങ്കിൽ മായ നിങ്ങളുടെ സമീപത്ത് പോലും വരില്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. ഇന്നത്തെ സമാനം പറയുന്നത് ഡിസംബർ 18, അതായത് സന്തുഷ്ടമണിയായി സദാ സന്തുഷ്ടമായിരിക്കൂ, എല്ലാവരെയും സന്തുഷ്ടമാക്കൂ. ഇത് ബാബ പറയുന്നത് എത്ര തന്നെ ആരെങ്കിലും താങ്കളുടെ സന്തുഷ്ടതയെ ഇളക്കുവാൻ ശ്രമിച്ചാലും പക്ഷേ താങ്കൾ ഇളകരുത്. സദാ സന്തുഷ്ടമായിരിക്കുക, സദാ മുഖം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയുള്ള ഇളകുന്ന പരിസ്ഥിതി, ഇങ്ങനെ പാവകളി കാണുകയാണ് എന്ന് തന്നെ അനുഭവം ചെയ്യണമെന്ന് ബാബ പറയാം. മായയുടെയോ പ്രകൃതിയുടെയോ ഇതും ഒരു ഷോ ആണ്. അതിനെ സാക്ഷി സ്ഥിതിയിൽ സദാ സന്തുഷ്ടതയുടെ സ്വരൂപത്തിൽ തൻ്റെ അന്തസ്സിലിരുന്ന് നോക്കൂ. സന്തുഷ്ടമണിയാണ്, സന്തോഷി ആത്മാവാണ്. ഇതാണ് സംഗമത്തിൻ്റെ ശ്രേഷ്ഠ അന്തസ്. അപ്പോൾ എത്ര തന്നെ നമ്മളെ ആര് എങ്ങനെ നമ്മുടെ സന്തുഷ്ടതയെ കളയാൻ നോക്കിയാലും നമ്മളെങ്ങനെയായിരിക്കണം? ഇളകരുത്, സദാ സന്തുഷ്ടമായിരിക്കാനാണ് ബാബ പറയുന്നത്. അതുപോലെ സദാ മുഖം പുഞ്ചിരിച്ചുകൊണ്ടും ഇരിക്കണം എന്ന് പറയാ ബാബ. അതായത് പല പരിതസ്ഥിതികളും വരും, നമ്മളെ ഇളക്കുന്ന പരിതസ്ഥിതികളെല്ലാം വരും. അപ്പോൾ അതൊരു പാവകളി കാണുക എന്നുള്ള അനുഭവത്തോടെ വേണം അതിനെ കാണാൻ. അപ്പം മായയുടെ പ്രകൃതിയുടെ ഒക്കെ അനുഭവം നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് വരുള്ളൂ ഓരോരോ അനുഭവങ്ങൾ. അതിനെയെല്ലാം നമ്മൾ സാക്ഷി സ്ഥിതിയിൽ സദാ സന്തുഷ്ടതയുടെ സ്വരൂപത്തിൽ വേണം അതിനെ കാണാൻ. അതിൻ്റെ അന്തസ്സിൽ ഇരുന്നിട്ട് നോക്കാനാണ് പറയുന്നത്. അതുപോലെ ബാബ പറയുന്നത് സന്തുഷ്ട മണി, അതുപോലെ സന്തോഷി ആത്മാവ്, ഇതാണ് സംഗമത്തിൻ്റെ ശ്രേഷ്ഠ അന്തസ്. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം.
ഓം ശാന്തി.